നമസ്കാരം. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരെ ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ പോരാട്ടമായി മുന്നോട്ട് പോവുകയാണ് ഇറാനും പ്രതിരോധ സഖ്യങ്ങളും. ഈ വർഷം ആദ്യം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഭീരുത്വം നിറഞ്ഞിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമൈനി രക്തസാക്ഷ്യം വഹിച്ചിരുന്നു. കുറച്ചുപേർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഓഫീസേഴ്സുമാരുമായിട്ട് ഒത്തിരി പേർ അതിൽ മരണപ്പെട്ടിരുന്നു. ആ വേർപാടിൽ രാജ്യം ഒന്നടങ്കം വിതുമ്പുമ്പോഴും അവരുടെ പോരാട്ട വീര്യം ഒന്നും ചോർന്നു പോയിട്ടില്ല എന്നാണ് തെളിയിക്കുന്നത്. അതല്ലെങ്കിൽ അത്തരത്തിൽ തെളിയിക്കുന്നതാണ് നിലവിൽ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്കാര ചടങ്ങുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ വിലാപ യാത്രകളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അമേരിക്കൻ സയനിസ്റ്റ് അച്ചുതണ്ടിന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ ജനത അണുകിട പതറില്ല എന്നതിന്റെ സുവ്യക്തമായിട്ടുള്ള തെളിവാണ് തെരുവുകളിൽ അലയടിക്കുന്ന ഈ ജനസമുദ്രം. ഈ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്കാര ചടങ്ങുകൾക്കിടയിൽ ഇറാന്റെ സൈനിക മേധാവി നിയുക്ത പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖൊമൈനിയോട് നടത്തിയിട്ടുള്ള പ്രസ്താവന പ്രതിരോധ സഖ്യത്തിന്റെ നിശ്ചയദാർഢ്യം വെളിപ്പെടുത്തുന്നതാണ്. സ്വന്തം പിതാവിന്റെയും കുടുംബാംഗങ്ങളുടെയും വിയോഗം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിപരമായ നഷ്ടങ്ങൾക്കിടയിലും ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച അമേരിക്കയെയും ഇസ്രായേലിനെയും വെറുതെ വിടില്ല എന്നും അവർക്ക് ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്നും സൈനിക മേധാവി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2020 IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വളരെ ക്രൂരമായി ദ്രോഹബുദ്ധിയോടെ വധിച്ചപ്പോൾ അന്നു മുതൽ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്ന് സുലൈമാനിയുടെ വധത്തിന് ഉത്തരവാദികളായ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്നും കടുത്ത വധഭീഷണി നേരിടുന്നുണ്ട് എന്നത് ഇറാന്റെ വാക്കുകളുടെ വിശ്വാസ്യത തെളിയിക്കുന്നുമുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾക്ക് അവരുടെ ക്രൂരതകൾക്ക് പലിശസഹിതം തിരിച്ചടി നൽകാൻ ഇറാന്റെ സൈന്യത്തിന് കഴിയുമെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഭരണകൂടത്തിന് നന്നായി അറിയുകയും ചെയ്യാം. പാശ്ചാത്യ മാധ്യമങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖൊമൈനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തതിനെ കുറിച്ച് നിരന്തരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു, ഗുരുതരമായി പരിക്കേറ്റു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇറാന്റെ ആത്മവിശ്വാസം തകർക്കാനുള്ള പാശ്ചാത്യ അജണ്ടയുടെ ഭാഗം മാത്രമാണ്. ഇസ്രായേലിന്റെ വധശ്രമങ്ങളും സുരക്ഷാ ഭീഷണികളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ കാരണങ്ങളാൽ തങ്ങളുടെ നേതാവിനെ സുരക്ഷിതമായി നിർത്തുക എന്നതാണ് ഇറാന്റെ സൈനിക തന്ത്രം. എന്നാൽ ഒരു ഓഡിയോ സന്ദേശത്തിന്റെ പോലും അഭാവം ചൂണ്ടിക്കാട്ടി ഇറാന്റെ നിയന്ത്രണം ആരുടെ കൈകളിലാണ് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇറാന്റെ ഭരണ സംവിധാനവും സൈനിക സംവിധാനവും അതിന്റെ നേതൃത്വവും എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ള അവരുടെ തീരുമാനവും അങ്ങേയറ്റം സുരക്ഷിതവും വ്യവസ്ഥാപിതവുമാണ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഒരുപക്ഷെ അവർക്ക് അറിയില്ലായിരിക്കാം. അതുപോലെ തന്നെ വിലാപയാത്രയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ജനങ്ങളെ വെറും ഭരണകൂട അനുകൂലികൾ മാത്രമായി ചിത്രീകരിക്കാൻ പാശ്ചാത്യ സുരക്ഷാ വിദഗ്ധർ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന്റെ പകുതിയിലധികം ജനങ്ങളും ഭരണകൂടത്തിനെതിരാണ്, അവർക്ക് ആയത്തുള്ള ഖൊമൈനിയെ വെറുക്കുന്നവരാണ് എന്ന വിധത്തിലുള്ള അവരുടെ വാദങ്ങൾ തങ്ങളുടെ അധിനിവേശങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താനുള്ള കുപ്രചരണം മാത്രമാണ് എന്ന് ഇറാനിലെ ഇന്നത്തെ സംഭവ വികാസങ്ങളും സന്ദർഭങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനും സയനിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കാനും ഒരൊറ്റ മനസ്സോടെ ഇറാൻ ജനത ഭരണകൂടത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഇറാനിൽ കാണാൻ കഴിയുന്നത്. മേഖലയിലെ നിലവിലെ അസ്ഥിരതയ്ക്ക് പൂർണ്ണ ഉത്തരവാദികൾ ഇസ്രായേലും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയുമാണ്. ലബനനിൽ ഇന്ന് നിൽക്കുന്ന ഭീകരമായിട്ടുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം ഇസ്രായേൽ തുടരുന്ന നഗ്നമായ അതിക്രമങ്ങളും കടന്നുകയറ്റങ്ങളും തന്നെയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ലബനന്റെ പരമാധികാരമുള്ള മണ്ണിലേക്ക് സൈനിക അധിനിവേശം നടത്താനും അവരുടെ ഭൂപ്രദേശം തട്ടിയെടുക്കാനുമാണ് ഇസ്രായേൽ സത്യത്തിൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഈ അധിനിവേശ മോഹങ്ങൾക്കെതിരെയുള്ള സ്വാഭാവികമായും നിയമാനുസൃതവുമായിട്ടുള്ള ഒരു ജനകീയ പ്രതിരോധമാണ് ഹിസ്ബുള്ള ലബനനിൽ ചെയ്യുന്നത്. തങ്ങളുടെ മാതൃഭൂമിയെയും തങ്ങളെയും ഇസ്രായേലിന്റെ ക്രൂരമായ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് വിശുദ്ധമായ ദൗത്യമാണ് ഹിസ്ബുള്ള നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അടിയന്തരമായി നിർത്തലാക്കണമെന്ന് ഇറാൻ ശക്തമായി ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ലബനന്റെ മണ്ണിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും ഹിസ്ബുള്ളയുടെ പ്രതിരോധ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്നും ഇറാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള യുദ്ധാന്തരീക്ഷം ഒരുപക്ഷെ തങ്ങൾക്കൊരു തിരിച്ചടി ആയേക്കാം എന്നൊരു ഭയത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലിക വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഖൊമൈനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഒരാഴ്ച കാലം യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും നടത്തില്ല എന്നും ദയ കാണിക്കുമെന്നുള്ള ട്രംപിന്റെ ഒരു പ്രസ്താവന ഒരു തന്ത്രം മാത്രമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇടക്കാല തെരഞ്ഞെടുപ്പും തകർച്ച നേരിടുന്ന ഒരു ആഗോള സാമ്പത്തിക വ്യവസ്ഥയുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടി തുടങ്ങി വെച്ച ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ തകർന്നുപോയ ആഗോള സമ്പദ് വ്യവസ്ഥയുണ്ട്. ആ സമ്പദ് വ്യവസ്ഥ ഈ തകർച്ചയാണ് ട്രംപിനെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസിലൂടെയുള്ള ആ എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് മറ്റ് ഏത് രാജ്യത്തെയും പോലെ തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വലിയ തകർച്ചയ്ക്ക് കാരണമാക്കും. ഈ ഒരു ഭയം ചർച്ചകൾക്ക് തയ്യാറാകാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇറാനെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അപമാനിക്കുക എന്ന വിധത്തിലുള്ള കലാപരിപാടികളും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലെബനനിലെ നിലവിലെ സാഹചര്യം ശാന്തമാക്കാനും ഹോർമൂസ് കടലിടുക്കിൽ ഒരു സ്ഥിരത, ഒരു കപ്പലുകൾ പോകുന്നത് ഒരു സ്ഥിരത, സുരക്ഷിതത്വം ഉറപ്പാക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ധാരണാപത്രം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അന്തിമ കരാറിലേക്ക് മാത്രമേ ഇറാൻ പെടൂ, അങ്ങനെ മാത്രമേ നീങ്ങുകയുള്ളൂ. ഈ യുദ്ധത്തിലൂടെ ഇറാന്റെ പ്രതിരോധ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ഇറാന് നന്നായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ നിബന്ധനകൾക്ക് മുന്നിൽ ഇറാൻ ഒരു തരത്തിലും വഴങ്ങുമെന്ന് ആരും കരുതേണ്ടതുമില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ പരമാധികാരം, രാജ്യത്തിന്റെ മിസൈൽ പ്രതിരോധ പദ്ധതികൾ, അതുപോലെ മേഖലയിലെ വിപ്ലവകരമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്കുള്ള പിന്തുണ, ഇവയിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2015 ബരാക് ഒബാമയുടെ കാലത്തുണ്ടാക്കിയ കരാറിനേക്കാൾ തങ്ങൾക്ക് അനുകൂലമായ ഭേദഗതികൾ വരുത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ശക്തമായ നിലപാടുകൾക്ക് മുന്നിൽ പാശ്ചാത്യ ശക്തിയുടെ പരമാവധി ആവശ്യങ്ങൾ വിലപ്പോവാതെ ഇങ്ങനെ കിടക്കുകയാണ്. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഈ ചർച്ചകളിൽ ഒരു തരത്തിലുള്ള അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതും അതുകൊണ്ട് തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചാണ് നമുക്കറിയാം ഇറാനെ ആക്രമിച്ചത്. അത്തരത്തിൽ അവർ ഒന്നിച്ച് നടത്തിയിട്ടുള്ള യുദ്ധത്തിന് ശേഷം അമേരിക്ക ഇസ്രായേലിനെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ള തിരിച്ചറിവ് ഇസ്രായേലിനെ കടുത്ത പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടൺ DC-യിലെത്തി ട്രംപിനെ നേരിട്ട് കാണാൻ ഒരുങ്ങുന്നത്. ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം എന്നുള്ള ഇറാന്റെ കടുത്ത നിബന്ധനകൾക്ക് അമേരിക്ക വഴങ്ങുമോ എന്നുള്ള ഒരു ഭയം നെതന്യാഹുവിനുണ്ട്. ലെബനൻ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ളയെ നിരാധീകരിക്കണമെന്നുള്ള ഇസ്രായേലിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. തങ്ങളുടെ ഭൂപ്രദേശം സംരക്ഷിക്കാൻ ഹിസ്ബുള്ളയ്ക്കുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല. മേഖലയിൽ അമേരിക്കൻ നിലപാടുകളിലെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഇറാന്റെ തന്ത്രപരമായ ഒരു വിജയമായിട്ടാണ് കണക്കുകൂട്ടുന്നത്. അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതും. ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തുന്ന പുകമറകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. വലിയ അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നവർ ഇസ്രായേൽ അവരുടെ മേഖലയിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന അനധികൃത ആണവായുധങ്ങളെ കുറിച്ച് മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന അമേരിക്കയും ഇസ്രായേലിനെയും വിശ്വസിക്കാൻ ഒരു തരത്തിലും അതുകൊണ്ട് തന്നെ ഇറാൻ തയ്യാറാകുന്നുമില്ല. തങ്ങളുടെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിക്കാൻ ഇറാന്റെ വിപ്ലവ ഗവൺമെന്റിന് പൂർണ്ണ അവകാശമുണ്ട് എന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏത് വിധേനയുള്ള സോപ്പിടലുകൾക്കും അല്ലെങ്കിൽ ഭീഷണികൾക്കും വഴങ്ങാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ പശ്ചിമേഷ്യയിലെ മർദ്ദിത ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ഇറാനും ഹിസ്ബുള്ളയും ഉൾപ്പെടുന്ന ആ വലിയ പ്രതിരോധ സഖ്യം തങ്ങളുടെ പോരാട്ടം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഉള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ, അവിടുത്തെ സംഭവവിഗതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, പശ്ചിമേഷ്യ സമാധാനമാകണമെങ്കിൽ ഇറാൻ വിചാരിച്ചിട്ടോ ലെബനൻ വിചാരിച്ചിട്ടോ ഇനി സാക്ഷാൽ അമേരിക്ക വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ വിചാരിച്ചാലോ നടക്കില്ല. അത്തരത്തിലൊരു സമാധാനം വരണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അത് നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഇസ്രായേൽ വിചാരിക്കണം. ഇസ്രായേലാണ് സമീപത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും അങ്ങോട്ട് കടന്ന് ആക്രമിച്ചുകൊണ്ട് അവരുടെ പ്രദേശങ്ങൾ നമുക്ക് വേണം, അല്ലെങ്കിൽ വിശാല ഇസ്രായേലിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്ഥലത്തേക്ക് കടന്നു കയറി ആക്രമിക്കുന്നത്. അതിനുള്ള ചെറുത്തുനിൽപ്പിനെ അല്ലെങ്കിൽ തിരിച്ചടികളെയാണ് ഭീകരപ്രവർത്തനം എന്ന് കരുതി ഇസ്രായേൽ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതും അവരെയാണ് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നതും. സത്യത്തിൽ പശ്ചിമേഷ്യയുടെ യഥാർത്ഥ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ ഇത്തരത്തിലുള്ള ഒരു യുദ്ധഭൂമിയാക്കി മാറ്റി ഒരു അസ്വസ്ഥതാ ഭൂമിയാക്കി മാറ്റുന്നതിന്റെ ഏറ്റവും പ്രധാന ഘടകം ഇസ്രായേലാണ്. അതിന് മറ്റാരെയും നമ്മൾ തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ യാതൊരുവിധ നിലപാടുകളെയും അംഗീകരിക്കാതെ ഇറാൻ സ്വന്തമായി തങ്ങളുടെ പരമാധികാരം ആരുടെ കാൽക്കീഴിലും അടിയറ വയ്ക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നും ഇനി ഇസ്രായേൽ യുദ്ധത്തിനാണ് വരുന്നതെങ്കിൽ ഇസ്രായേലിനെ തുടച്ചു നീക്കാനുള്ള കഴിവും പ്രാപ്തിയും നമുക്കുണ്ട് എന്നും അതിനുള്ള ക്ഷമ ഞങ്ങളെ പരീക്ഷിക്കരുതെന്നും ഇറാൻ താക്കീത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.